അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ബഹുമാനം നിറഞ്ഞ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ, ഈ മഹാകുടുംബത്തിൻ്റെ, വലിയ കുടുംബത്തിൻ്റെ 7ാമത് സംഗമത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ സംഗമം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഒരു വലിയ സദസ്സ് നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നു. ഏറെ ദൂരെ നിന്ന് വന്നതുകൊണ്ടോ മറ്റു വീട്ടിലെ പ്രയാസങ്ങളുള്ളത് കൊണ്ടോ വ്യക്തിപരമായ പല കാരണങ്ങളുള്ളത് കൊണ്ടോ പലരും ഈ അവസാന സെഷൻ ആയപ്പോഴേക്ക് ഇവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട്. അവരുടെ വീടുകളിലേക്കോ മറ്റോ പോയിട്ടുണ്ട്. എന്തായാലും ഏകദേശം ഒരു 500 ആളുകളോളം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളത്. നമ്മുടെ ഈ കുടുംബ സംഗമം 7ാമത്തെ അതിൻ്റെ സംഗമത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കുറഞ്ഞ കാര്യങ്ങൾ. ഒന്നാമതായി, ഈ 7 വർഷവും ഈ 7 സംഗമങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ച ഒരുപാട് പേര് ഉണ്ട് എന്നതാണ്. നമ്മുടെ ഈ സംഗമങ്ങളിലെല്ലാം പങ്കെടുത്ത, അതിനു വേണ്ടി നാം കൂടിച്ചേരുന്ന മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുത്ത അല്പം ചില പേരാണുള്ളത്. അവർ പരസ്പരം വളരെ നന്നായി പരിചയമുള്ളവരാണ്. ഞാൻ നേരത്തെ മാഷെക്കുറിച്ച് സംസാരിച്ച സമയത്ത് നിങ്ങളോട് പറഞ്ഞു, 2012 വരെ നമ്മളാരും പരസ്പരം അറിയുന്നവരായിരുന്നില്ല. പക്ഷേ ഇന്ന് 2024 ആയപ്പോഴേക്കും പരസ്പരം അറിയുന്ന ആരൊക്കെയോ ആയി നാം മാറിയിരിക്കുന്നു. ഇതിൽ ഒരുപാട് ആളുകളെ കണ്ടാൽ മനസ്സിലാകുന്ന, പേരുകൊണ്ട് അറിയുന്ന, അവരുടെ കുടുംബചരിത്രം അറിയുന്ന, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യങ്ങൾ പോലും അറിയുന്ന രീതിയിലേക്ക് നാം പരസ്പരം മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ ബന്ധം നമുക്കിടയിൽ ഈ 10-12 വർഷങ്ങൾക്കിടയിൽ 7ഓളം സംഗമങ്ങൾ കൊണ്ട്, അതിനുവേണ്ടി നാം ചേർന്ന കൊച്ചു മീറ്റിങ്ങുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. കഴിഞ്ഞ സംഗമത്തിന് വേണ്ടി കോടിച്ചന പ്രദേശത്ത്, തെന്നല പ്രദേശത്ത്, പാണ്ടിക്കാട് പ്രദേശത്ത്, കാളികാവ്, വണ്ടൂർ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വീടുകളിൽ നേരിട്ട് ചെന്ന് ക്ഷണിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് വീടുകളിലേക്ക്, നമ്മുടെ സംഗമത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി അവരെ വീടുകളിൽ ചെന്ന് സന്ദർശിക്കാൻ ഒരവസരം എനിക്കുണ്ടായി. ഒരിക്കലും ഇങ്ങനെ നാം എല്ലാവരും കുടുംബക്കാരാണ് എന്ന ഒരു അറിവ് നമുക്കുണ്ടായിരുന്നില്ല എങ്കിൽ ഇങ്ങനെ വീടുകൾ സന്ദർശിക്കാനോ പരിചയം പുതുക്കാനോ ഒരവസരം നമുക്കുണ്ടാകുമായിരുന്നില്ല. മുമ്പൊരു മീറ്റിങ്ങിൽ ഞാൻ സംസാരിച്ചിരുന്നു, നാം എല്ലാവരും വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഒരു കൈവിരൽ പോലെയാണ് നാം എല്ലാവരും എന്ന് ഞാൻ നേരത്തെ ഒരു സംസാരത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു കൈയിൻ്റെ വിരലുകൾ ഇങ്ങനെ നോക്കൂ, അതിൽ ഉയരം കൊണ്ട് ഏറ്റവും ചെറുത് നമ്മുടെ തള്ളവിരലാണ്, ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള 5 വിരലുകളാണ് പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ കൈ കൊണ്ട് നാം എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ വേണ്ടി നാം ഈ കൈ ഉപയോഗിക്കുകയാണെങ്കിലോ ഇതെല്ലാം കൂടി വരികയും ഒരേ വലുപ്പത്തിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് കുടുംബം, ഇതുപോലെയാണ് സമൂഹം, ഇതുപോലെയാണ് സൊസൈറ്റി. ഇത് വ്യത്യസ്ത തലത്തിലുള്ളവരുണ്ടാകും. അതിൽ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടാകും, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, ഉയർന്ന ജോലിയുള്ളവരുണ്ടാകാം, സാമ്പത്തിക ശേഷി കുറഞ്ഞവരുണ്ടാകാം. പക്ഷെ എല്ലാവരും ഒരുപോലെയാണ്, ഒരു ഐക്യത്തോടു കൂടിയാണ് പെരുമാറേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. ബുദ്ധിമുട്ടില്ല എങ്കിൽ ഒരു 10 സെക്കൻഡ് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, 10 സെക്കൻഡ്. ഒന്ന് സംസാരം നിർത്തിയിട്ട് എല്ലാവരും ഒരു 10 സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് തന്നാൽ ഉപകാരമായിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഇരിക്കാനായിട്ടില്ല ചേട്ടാ. ഞാൻ 1 ചെയ്യുന്ന സമയത്ത് കണ്ണടച്ച് നിങ്ങൾ 10 വരെ എണ്ണണം. 10 വരെ എണ്ണിയാൽ നിങ്ങൾക്ക് ഇരിക്കാം. ഒരിക്കലും നിങ്ങൾ എണ്ണുന്നത് തൊട്ടടുത്തുള്ള ആൾ കേൾക്കാൻ പാടില്ല, നിങ്ങൾ ഇരിക്കുന്നത് പോലും അവരറിയാൻ പാടില്ല. റെഡിയല്ലേ? കണ്ണടച്ച് വേണം എണ്ണാൻ. ഒരിക്കലും ഇതിൽ ചതി പാടില്ല കേട്ടാ.
നിങ്ങൾ എണ്ണുന്നത് മറ്റുള്ളവർ അറിയാൻ പാടില്ല, നിങ്ങൾ മറ്റുള്ളവർ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. 10 വരെ എണ്ണണം. 10 വരെ എണ്ണിയാൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. എന്നാ റെഡി? 1 2 3. ഓക്കെ, എല്ലാവരും ഇരുന്നു. ഈ 10 വരെ എണ്ണാൻ നിങ്ങളെടുത്ത സമയം എല്ലാവരും ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്ത സമയം കൊണ്ടാണ് 10 വരെ എണ്ണിയത്. ഞാൻ നിങ്ങളോട് വേഗത്തിൽ എണ്ണണമെന്നോ സാവധാനം എണ്ണണമെന്നോ ഒരുപോലെ എണ്ണണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതി പോലും. നമ്മളെല്ലാവരും ഒരിക്കലും ഒരുപോലെ ചിന്തിക്കുന്നവരാകില്ല. ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ടാകാം. ഒരു പിതാവിൻ്റെ മക്കൾ പോലും വ്യത്യസ്തത ചിന്തിക്കുന്നവരാണ്. ഒരിക്കലും നാം ചെവിടിക്കുന്നൻ എന്ന കുടുംബ പേരുള്ള 100,000 ആളുകൾ ഒരുമിച്ച് ചേർന്നാൽ പോലും എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരോ ഒരാശയധാരയുമായി മുന്നോട്ട് പോകുന്നവരോ ആകണമെന്നില്ല. പക്ഷേ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു പിതാവിൻ്റെ എല്ലാ മക്കളും ഡോക്ടർമാരാവുക വളരെ അപൂർവമേ ഉണ്ടാവുകയുള്ളൂ. പിതാവ് അധ്യാപകനാണെന്ന് കരുതി മക്കളും അധ്യാപകരാകുന്നത് അപൂർവമായിരിക്കും. പിതാവ് കച്ചവടക്കാരനാണെന്ന് കരുതി മക്കളും കച്ചവടക്കാരാകുന്നത് അപൂർവമായിരിക്കും. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരാവണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അതാണ് 10 വരെ എണ്ണാൻ പറഞ്ഞതും. ഈ നിൽക്കുന്നവരിൽ തന്നെ വ്യത്യസ്ത സമയം കൊണ്ടാണ് എണ്ണി തീർന്നത്. ആദ്യം ഇരുന്ന ആൾക്ക് മനസ്സിലാകും എത്ര കഴിഞ്ഞിട്ടാണ് അടുത്ത ആളുകൾ എണ്ണി തീർന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ എല്ലാ ചുറ്റുപാടിലും വ്യത്യസ്തമായ കാര്യങ്ങളിൽ ആലോചിച്ച് വ്യത്യസ്ത ചിന്തകളിലൂടെ പോകുന്ന നമ്മൾ. പക്ഷേ ഒരാവശ്യത്തിന് നമ്മളെല്ലാവരും കുടുംബക്കാരാണ് എന്ന ഒരു ആശയം, ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഈ കുടുംബം കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ തൊഴിലുകൾ എല്ലാം അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകാമെങ്കിലും നാം എല്ലാവരും ഒരു കുടുംബമാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, എല്ലായ്പ്പോഴും പരസ്പരം സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും ആവശ്യമുള്ളപ്പോഴെങ്കിലും നമുക്ക് ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും സാധിക്കണം. ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത സെയ്ദ് മാഷ് നമ്മളോടൊരു കാര്യം പറഞ്ഞു. കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ പ്രധാനമായും നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്, മക്കളെ എങ്ങനെ നന്നായി വളർത്തണം എന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു. നമ്മുടെ വീടുകളിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? മക്കൾ അല്ലെങ്കിൽ ഇളം തലമുറയിലുള്ള ആളുകൾ മുതിർന്നവരെ അനുസരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. 2019 കോവിഡ് വന്നതിന് ശേഷം 2020 അത് വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയത്. സ്കൂളുകൾ അടച്ചു, മദ്രസകൾ അടച്ച സമയത്ത് നമ്മുടെ മക്കളുടെ കൈകളിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായി. ഈ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികളിൽ മുമ്പൊന്നും കാണാത്ത വിധം ദൂരവ്യാപകമായ സ്വഭാവ മാറ്റം നമുക്ക് കാണാൻ സാധിച്ചു. നേരത്തെ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ കാണാൻ സാധിച്ചു. അതിലൊന്ന് ബഹുമാനക്കുറവാണ്. അതിനൊരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, പലപ്പോഴും നമ്മുടെ വീടുകളിൽ മുതിർന്നവർ പോലും മൊബൈൽ ഫോണിന് അഡിക്റ്റായിട്ടുണ്ടോ എന്നതാണ്. നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കളോട് വൈകുന്നേരമായാൽ വായിക്കാനും എഴുതാനും ഓതാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും വായിക്കുകയോ ഓതുകയോ ചെയ്തിരുന്നത് പോലെ നമ്മുടെ ഉമ്മമാരിന്ന് ഓതുകയോ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി ഇരിക്കുന്നതോ നമുക്ക് കാണാൻ വളരെ പ്രയാസമായിരിക്കും. എല്ലാവരും കൈയൊന്ന് പൊന്തിക്കോ, ഒന്ന് കൈ വെക്കാം. ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യണം കേട്ടോ. തള്ളവിരലൊന്ന് പൊക്കി പിടിക്കുക, ഒന്ന് തള്ളവിരൽ പൊക്കി പിടിക്കുക. അതൊന്നിങ്ങനെ കറക്കി വെച്ചിട്ട് നമ്മുടെ താടിയല്ലിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കും. ഇതങ്ങനെ കുത്തിപ്പിടിക്കും. ഇത് നേരത്തെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്തതൊന്ന് ശ്രദ്ധിച്ചു നോക്കോ. ഞാൻ കവിളിലാണ് വെച്ചിട്ടുള്ളത്, താടിയല്ലിലല്ല. നിങ്ങൾ എന്നെ കണ്ട് ചെയ്തു. ഞാൻ തള്ളവിരലാണ് പൊക്കാൻ പറഞ്ഞത്, ഞാൻ പൊക്കിയത് ചൂണ്ടുവിരലാണ്. ഭൂരിഭാഗം പേരും ചൂണ്ടുവിരലാണ് പൊക്കിയത്. അവിടെ കുറച്ച് ആളുകൾ തള്ളവിരൽ പൊക്കി,
പക്ഷെ ഞാൻ ചെയ്തത് ചൂണ്ടുവരലാണ്. അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് തെറ്റിപ്പോയോ, അവരിങ്ങനെ മെല്ലെ ഇങ്ങനെ പിടിച്ചിട്ട് ചൂണ്ടുവരൽ എന്നെ പൊക്കിയ ആളുകളുണ്ട്. അപ്പോൾ വീട്ടിലും നമുക്ക് ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ മക്കളോട് എന്താ പറയണത്? വൈകുന്നേരം ആയാൽ ഓതാൻ പറയും, വായിക്കാൻ പറയും. പക്ഷെ നമ്മൾ ചെയ്യില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് യഥാർത്ഥ മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല രക്ഷിതാക്കളാകുന്നത്. നമ്മൾ അവരോട് പലതും ചെയ്യാൻ പറയുകയും അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മക്കൾ മാതൃക ആക്കുന്നത്. നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ മാതൃകയാക്കുന്നു. അപ്പോൾ ഏറ്റവും മികച്ച രക്ഷിതാവാകാൻ നമുക്ക് സാധിച്ചാൽ, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു 14-15 വയസ്സ് വരെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ പിന്നീട് നമുക്ക് അവരോട് നിർബന്ധിക്കാതെ തന്നെ അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങും. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ മലീമസമായ കുടുംബത്തിന് പേരുദോഷം വരുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പേരുദോഷം വരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. കുടുംബം സ്വർഗമാണെങ്കിൽ സ്വർഗം തേടി അന്വേഷിക്കുന്ന കുട്ടികൾ പിന്നീട് ഉണ്ടാവില്ല. കുടുംബം സ്വർഗമല്ലെങ്കിലോ കുട്ടികൾ സ്വർഗം തേടി സന്തോഷം തേടി മറ്റിടങ്ങൾ തേടി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത് ഒരുപക്ഷെ പ്രേമത്തിന് പിന്നാലെയാകും, ഒരുപക്ഷെ ലഹരി വസ്തുക്കൾക്ക് പിന്നാലെയാകും, ഒരുപക്ഷെ അനാശാസ്യങ്ങൾക്ക് പിന്നാലെയാകും. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യം നാം നൽകേണ്ടത് കുടുംബത്തിൽ സന്തോഷമാണ്. കുടുംബം സ്വർഗമാക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ കുടുംബത്തിൽ സന്തോഷമുള്ള, സ്നേഹമുള്ള, നല്ലവരായ, മാതാപിതാക്കളെ അനുസരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളാക്കി വളർത്താൻ സാധിക്കും. അങ്ങനെ വളർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച്, അങ്ങനെ പടച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്കിവിടെ 2 പ്രോഗ്രാമുകൾ കൂടിയുണ്ട്. നേരത്തെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു വിദ്യാർത്ഥി ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയുണ്ട്, സബ ഫാത്തിമ. ആ വിദ്യാർത്ഥിയുടെ ഒരു ഗാനം ഇവിടെ ആലപിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിലെ കാരണവരായ ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പിരിഞ്ഞു പോകാവൂ. ഒഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ നിന്ന് പാട്ട് പാടുന്ന ഒരവസരം ഉണ്ടാവരുത്. ഈ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന തുച്ഛം വേദികളാണ്. അപ്പോൾ നമ്മൾ അവർക്ക് മാക്സിമം പ്രോത്സാഹനം കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം പിരിച്ചുവിട്ടതിന് ശേഷമേ നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഒരു സംഗമം ഉണ്ടാവട്ടെ, അതിലെല്ലാം നമുക്കെല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് കൂടാനും പരിചയം പുതുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.